Hi friends, welcome back. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നല്ലൊരു കേക്ക് റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഓവനും ബീറ്ററും ഒന്നും യൂസ് ചെയ്യാതെ തയ്യാറാക്കിയിട്ടുള്ള നല്ല ടേസ്റ്റുള്ള ഒരു കോഫി കേക്കാണിത്. അപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. ഓവനും ബീറ്ററും ഒന്നും യൂസ് ചെയ്യാതെ തന്നെ നമുക്ക് നല്ല സ്പോഞ്ചി ആയിട്ടുള്ള കേക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ കേക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും 4 ടേബിൾ സ്പൂൺ മൈദയുമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് രണ്ടും കൂടെ 1/2 കപ്പ് അളവാണ് ഉള്ളത്. ഇനി ഇത് നമുക്ക് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു നുള്ളു ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അരിച്ചെടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു സൈഡിലേക്ക് അങ്ങ് മാറ്റി വെക്കാം. അല്ലെങ്കിൽ ഒരു 3 പ്രാവശ്യമൊക്കെ അരിച്ചെടുത്താലും മതി. ഇനി നമുക്ക് ഈ കേക്കിലേക്ക് 2 മുട്ടയാണ് വേണ്ടത്. അപ്പോൾ 2 മുട്ടയുടെയും വെള്ളയും മഞ്ഞയും ഒന്ന് വേർതിരിച്ച് വെക്കണം. അപ്പോൾ ഞാൻ വെള്ള ഈ ഒരു ബൗളിലേക്കും മഞ്ഞ മറ്റൊരു പാത്രത്തിലേക്കും മാറ്റി വെക്കുകയാണ്. ഇനി നമുക്ക് ആദ്യം മുട്ടയുടെ വെള്ളം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ബീറ്റ് ചെയ്യാൻ ഇതുപോലെ ഫോർക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇതുപോലുള്ളൊരു സ്പ്രിംഗ് വിസ്ക് വെച്ചിട്ട് ബീറ്റ് ചെയ്തെടുത്താലും മതി. അപ്പോൾ നമ്മൾ ഇലക്ട്രിക് ബീറ്റർ യൂസ് ചെയ്ത് ബീറ്റ് ചെയ്യുന്ന അതുപോലെ തന്നെ വരും കേട്ടോ. ഈ ഒരു വിസ്ക് വെച്ചിട്ട് ബീറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ നന്നായിട്ട് സ്റ്റിഫായിട്ട് വരും മുട്ടയുടെ വെള്ളം. അപ്പോൾ ഞാൻ മുമ്പ് ഇതുപോലെ ഒരു റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. വാനില കേക്കിൻ്റെ വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതുപോലെ തന്നെയാണ് ചെയ്തത്. നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ആ കേക്ക്. ഇനി ഇത് പെട്ടെന്നൊന്ന് ബീറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്കൊരു 1/4 ടീസ്പൂണ് നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ തന്നെ ഒന്നും കൂടെ ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ പെട്ടെന്ന് നല്ല സ്റ്റിഫായിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ മുട്ടയുടെ വെള്ളം നന്നായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട്. നമ്മൾ ഇലക്ട്രിക് ബീറ്ററൊക്കെ യൂസ് ചെയ്തിട്ടുള്ള അതേപോലെ തന്നെ ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇത് കമഴ്ത്തി പിടിച്ചാൽ വരെ താഴത്തേക്ക് പോവില്ല, അത്രക്കും സ്റ്റിഫായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് മുട്ടയുടെ മഞ്ഞ എടുത്തിട്ട് അതിലേക്കൊരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മളിതിലേക്ക് 1 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ കോഫി കേക്കാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ കോഫിയുടെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ നല്ല ചൂടുള്ള വെള്ളത്തിൽ 1/2 ടീസ്പൂണ് ഇതുപോലുള്ള ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഒന്ന് മിക്സ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ചെറിയൊരു ചൂടുള്ളൂ കേട്ടോ. ഒന്ന് നന്നായിട്ട് നല്ല ചൂടുള്ളത് നമ്മൾ ഒഴിച്ചു കൊടുക്കരുത്. ചെറുതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് ഈ മുട്ടയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചെറിയ ചൂട് കുഴപ്പമില്ല. ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്കിതിലേക്ക് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയും കൂടി ചേർത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ പഞ്ചസാര ഒന്ന് അലിയുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഒരുപാട് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന പൊടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് തന്നെ നമുക്കിതിലേക്ക് മുട്ടയുടെ വെള്ളയും ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മുട്ടയുടെ വെള്ളം ഒന്നിച്ച് ചേർത്ത് കൊടുക്കേണ്ട, അത് 2 പ്രാവശ്യമായിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുത്ത് ഒന്ന് മിക്സായി വന്നതിന് ശേഷം പിന്നെ അടുത്ത ബാച്ച് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ മുട്ടയുടെ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഒരുപാട് കുത്തി ഇളക്കി മിക്സ് ചെയ്തെടുക്കരുത് കേട്ടോ. അപ്പോൾ അത് താഴ്ന്നു പോയാൽ പിന്നെ നമ്മൾ കേക്ക് ഒട്ടും നന്നാവില്ല. അപ്പോൾ പതുക്കെ ഇതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുത്താൽ മതി. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് യോജിച്ച് കിട്ടിയാൽ പിന്നെ ഓവറായിട്ട് മിക്സ് ചെയ്തെടുക്കരുത് കേട്ടോ. അങ്ങനെ ഓവറായിട്ട് മിക്സ് ചെയ്തെടുക്കുന്ന സമയത്താണ് നമ്മൾ കേക്കൊക്കെ ബേക്ക് ചെയ്ത് തണുത്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു നനവ് പോലെയൊക്കെ വരുന്നത് അങ്ങനെ ഓവർ മിക്സിങ് ആയി എടുക്കുമ്പോഴാണ്. അപ്പോൾ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു 6 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കേക്ക് ടിന്നിൽ ഒന്ന് ഓയിൽ ഗ്രീസ് ചെയ്ത് കൊടുത്ത ശേഷം അടിയിലൊരു ബട്ടർ പേപ്പറും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ
അപ്പോൾ നമ്മളിപ്പോൾ ബേക്ക് ചെയ്തെടുക്കുന്നത് ഇതുപോലൊരു ഇഡ്ഡലി പാത്രത്തിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു പാത്രത്തിൻ്റെ അടിയിൽ കുറച്ച് ഉപ്പ് നിരത്തി കൊടുത്ത ശേഷം ഇതുപോലൊരു സ്റ്റാൻഡും കൂടെ വെച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുള്ള പാത്രമാണിത്. ഇനി ഇതിൻ്റെ ഈ ഒരു സ്റ്റാൻഡിൻ്റെ മുകളിലേക്ക് നമ്മൾ മാവിരിക്കുന്ന പാത്രം ഇറക്കി വെച്ചിട്ട് നമുക്ക് അടച്ചു വെച്ച് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഏത് പാത്രമായാലും കുഴപ്പമില്ല, ഇതുപോലെ ആവി അധികം പുറത്തേക്ക് പോവാത്ത പാത്രമായിരുന്നാൽ മതി, എന്നാലേ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ബേക്കായി കിട്ടുള്ളൂ. അപ്പോൾ നമുക്കിനി ഇതൊരു 20-25 മിനിറ്റ് കഴിഞ്ഞിട്ടൊന്ന് നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ കേക്ക് വെച്ചിട്ട് 25 മിനിറ്റ് ആയിട്ടുണ്ട്. കേക്ക് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് വെന്തിട്ടുണ്ടോ എന്ന് ഇതുപോലെ ഒരു സ്ക്യൂർ വെച്ചിട്ടൊന്ന് കുത്തി നോക്കാം. സ്ക്വയറുമേലൊന്നും ഒട്ടും പറ്റി പിടിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ കേക്ക് നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പുറത്തെടുത്തിട്ട് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ നമ്മുടെ കേക്ക് നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പുറത്തെടുത്തിട്ട് ഇതിൻ്റെ അടിയിലുള്ള ബട്ടർ പേപ്പർ ഒന്ന് മാറ്റിയിട്ട് കേക്കിനെ നമുക്ക് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ട ക്രീമിലേക്ക് നമുക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് വിപ്പിംഗ് ക്രീം അല്ല കേട്ടോ, നമ്മൾ വീട്ടിൽ തന്നെ സാധാരണ ചേരുവകൾ വെച്ചിട്ട് ചെയ്തിട്ടുള്ള ക്രീമാണ്. ഇങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ 2 മുട്ടയുടെ വെള്ളയും 1/2 കപ്പ് പഞ്ചസാരയും പിന്നെ 1/2 ടീസ്പൂൺ നാരങ്ങ നീരും കൂടെ ഒന്ന് ഡബിൾ ബോയിലിംഗ് രീതിയിൽ ഒന്ന് വേവിച്ചെടുത്ത ശേഷം, അതായത് പഞ്ചസാര ഒന്ന് നന്നായിട്ട് മെൽറ്റ് ആവുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ ബീറ്റർ വെച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുള്ള ക്രീമാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ നമ്മൾ സാധാരണ വിപ്പിംഗ് ക്രീമൊക്കെ ബീറ്റ് ചെയ്തെടുക്കുന്നത് പോലെ തന്നെ നല്ല സ്റ്റിഫായിട്ടുള്ള ക്രീം തന്നെയാണ് കിട്ടുക. പിന്നെ ഇതിനെ ചോക്ലേറ്റ് ക്രീമാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഡബിൾ ബോയിലിംഗ് രീതിയിൽ തന്നെ ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റാക്കി എടുത്തതും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്തതാണ്. ഇതൊരു 5 മിനിറ്റ് ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുക്കുകയാണെങ്കിൽ നല്ല സ്റ്റിഫായിട്ടുള്ള ക്രീമായിട്ട് കിട്ടും കേട്ടോ. ഇനി കേക്ക് ഫ്രോസ്റ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് കേക്ക് ബോർഡിൽ അല്പം ക്രീമാക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുത്തിട്ട് ഷുഗർ സിറപ്പ് ഒഴിച്ച് ഒന്ന് വെറ്റാക്കി എടുക്കാം. എന്നിട്ട് നമുക്ക് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്ത ലെയർ കേക്ക് വെച്ച് കൊടുത്തിട്ട് ഷുഗർ സിറപ്പ് ഒഴിച്ചൊന്ന് വെറ്റാക്കി എടുക്കാം. പിന്നെ ഞാൻ ഈ കേക്കിനെ ഫുള്ളായിട്ട് ക്രീം വെച്ചിട്ട് കവർ ചെയ്യുന്നില്ല, ചെറുതായിട്ടൊന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ സൈഡിലൊക്കെ ക്രീം ഒന്ന് കൊടുത്ത ശേഷം പിന്നെ ഒരു ഫോർക്ക് വെച്ചിട്ട് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫുള്ളായിട്ട് ക്രീം ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരുപാട് ക്രീം വേണ്ട എന്നുള്ളതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇനി കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് വേണമെങ്കിൽ ഇതിൻ്റെ നടുക്ക് കുറച്ച് ചെറിയ എന്തെങ്കിലും വെച്ച് കൊടുക്കാം. എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്തതിന് ശേഷം വേണം കട്ട് ചെയ്യാൻ. അപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല ഈസി ആയിട്ടുള്ളൊരു കേക്ക് റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ഇനി മറ്റു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.